ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ വണ്ടിയിലുള്ള ഒരു ചെറിയൊരു മോഡിഫിക്കേഷനാണ്. അതിനകത്ത് എന്താണ് മോഡിഫിക്കേഷൻ എന്ന് ഒന്ന് നോക്കി പറയാൻ പറ്റുമോ? വരൂ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചുണ്ടുണ്ട്. ആ ചുണ്ട് ഇതിങ്ങനെ ഇരിക്കും. ആ ചുണ്ട് നമ്മളെടുത്ത് അങ്ങോട്ട് മാറ്റി. ഇപ്പം എങ്ങനെയുണ്ട് വണ്ടി കാണാനായിട്ട്? നോക്കൂ. ഇതോടുകൂടി ഇതിൻ്റെ ഒരു സ്ത്രൈണത മാറിയെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ വണ്ടിയുടെ ഒരു നീളം അത് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു ചെറിയ കർവുണ്ട്. ഇപ്പോൾ ആ കർവ് മാത്രമാണ് നിലനിൽക്കുന്നത്. മറിച്ച് ഇങ്ങോട്ടുള്ളൊരു നീട്ടം കൂടി നമ്മളെടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞ കാരണം വണ്ടിയുടെ ഒരു ലുക്ക് ഇപ്പോൾ ഒരു മെയിൽ ലുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വണ്ടിയുടെ ഒരു നീളം, ലെങ്ത്ത് അതൊരല്പം കൂടുതലല്ലേ എന്നുള്ളത്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് പലപ്പോഴും വീട്ടിലിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ അടുത്ത് വരും നോക്കും, ഇതിലെന്തൊക്കെയാണ് ഒരു മാറ്റം വരുത്തേണ്ടതെന്ന്. വണ്ടി കുറേ കൂടി ബോൾഡായി, നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രൈണത കുറച്ച് മാറിക്കിട്ടി. അതുപോലെ തന്നെ നമ്മൾ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരല്പം ഹൈറ്റ് കൂട്ടി. ഇപ്പോൾ വണ്ടി കുറച്ചും കൂടി നിവർന്ന് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇൻസ്റ്റാ പേജിൽ നിന്നും സനയുടെ സൈറ്റിൽ ഈ എക്സ്റ്റൻഡർ വന്നതായിട്ട് കണ്ടു. അങ്ങനെ പാലാരിവട്ടത്തുള്ള ഒരു കടയിൽ പോയാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് ഓരോ പീസായിട്ടാണ് ഈ എക്സ്റ്റൻഡർ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം ഇതിനോടൊപ്പം ചേർത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി വണ്ടി നിവർന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാനിത് കൂടുതലും വാങ്ങിച്ചത്. ഇപ്പോൾ ഇത് നിവർത്തി നിർത്തുമ്പോൾ പോലും അതിന് ഒരു ചായ്വ് കൂടുതലുണ്ട്. അപ്പം അത് മാറിക്കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് വൈക്കത്ത് തോട്ടം ഭാഗത്താണ്. ഇവിടെ ഒരുപാട് പാടശേഖരങ്ങളുണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിലും ഈ ഭാഗങ്ങളെ കാണിച്ചിട്ടുണ്ട്. വൈക്കം സുന്ദരിയാണ് എന്ന ഒരു വീഡിയോയിലാണ് നമ്മൾ ഈ ഭാഗങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇന്നും ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഭാഗം തന്നെ തിരഞ്ഞെടുത്തത്. വളരെ മനോഹരമായ ഒരുപാട് തോടുകളും പാടങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചമൊക്കെയാണ്. അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തോടിൻ്റെ പക്കത്ത് ഒരു ചെറിയൊരു വഴുതന മരത്തിൽ വഴുതനങ്ങ ഉണ്ടായി കിടക്കുന്നത് കാണുന്നത്.
നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടൊരു അമ്പലമാണ്. കുപ്പേടിക്കാവ് അമ്പലം എന്ന് പറയും. എനിക്ക് ഈ അമ്പലത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല, എങ്കിലും മനോഹരമായൊരു ക്ഷേത്രമാണ്. ഇതിന് തൊട്ടടുത്തൊരു വലിയ ആറുണ്ട്. ആ ആറ് കാണിച്ചു തരാം. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ ഗോപുരം. ഭഗവാനെ, സന്ധ്യാസമയമാണ്. ഇതിന് തൊട്ടിപ്പുറത്താണ് ഒരു വലിയൊരു ആറുണ്ട്. നമുക്ക് ആ ആറൊന്ന് കാണാം. ഇതാണ് ആറ്. ഈ ഒരു തോട് പോകുന്നത് ഹോട്ടൽ ഹെറിറ്റേജ് പ്ലാസയുടെ സൈഡ് വഴിയാണ്. അത്യാവശ്യം ടൂറിസം ഒക്കെ നടക്കുന്ന മേഖലയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, ബൈ ബൈ.